ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അയ്യേ, ഇതെനിക്കറിയാലോ എന്നാണ് നിങ്ങളുടെ റിയാക്ഷൻ എങ്കിൽ ഇത് അറിയാത്ത എത്ര പേരുണ്ടാവും? അവർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. സോ ഫസ്റ്റിന് നമുക്കൊരു LED വേണം. LED എന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് പറയുക. ചെറിയ വോൾട്ടേജിൽ ഇത്രയും പ്രകാശം തരുന്ന വേറൊരു സാധനം നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നിലവിലില്ല. സോ എത്രണ്ണം വേണോ അത്രയും നിങ്ങൾ എടുത്തോളുക. എണ്ണത്തിനനുസരിച്ച് നിങ്ങളുടെ ഔട്ട്പുട്ടിലും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ശേഷം നമുക്കൊരു പവർ സോഴ്സ് വേണം. ഞാനിവിടെ 3 വോൾട്ടിൻ്റെ എൻ്റെ പഴയ മൊബൈലിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ശേഷം നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ ഒരു സ്വിച്ചും ചാർജിങ് ചെയ്യാൻ ഒരു USB സോക്കറ്റും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വയറൂടെ എടുത്തേക്കാം. ശേഷം നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. സോ ഞാനിവിടെ ഒരു ബ്ലാക്കും റെഡും വയർ എടുത്തിട്ടുണ്ട്. റെഡ് പോസിറ്റീവിനെയും ബ്ലാക്ക് നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുക. ശേഷം നമ്മുടെ കയ്യിലുള്ള ഈ LED നമുക്ക് ആ ടെർമിനലിൽ നോക്കിയിട്ട് കണക്ട് ചെയ്യാം. ശേഷം നമ്മുടെ LED പോകുന്ന പോസിറ്റീവ് വയർ നമ്മൾ നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. ശേഷം ബാറ്ററിയിൽ നിന്നും സ്വിച്ചിലേക്ക് പോകുന്ന വയർ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മുടെ ബ്ലാക്ക് വയർ നേരെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും പ്ലസ് ടെർമിനൽ നേരെ സ്വിച്ചിലേക്കും കണക്ട് ചെയ്യാം. ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നേരം നമ്മുടെ ലാമ്പ് ഇങ്ങനെ വർക്ക് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ഈ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഈ ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ട് നേരെ ബാറ്ററിയുടെ പ്ലസ്സിലും മൈനസിലും കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. ശേഷം നമുക്ക് കുറച്ച് നേരം ചാർജ് ചെയ്യണം. നമ്മുടെ ലാമ്പ് ഇവിടെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ കൺഗ്രാറ്റുലേഷൻസ്, നമ്മുടെ ലാമ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത് നമുക്കിത് ടെസ്റ്റ് അടിച്ചു വേണം. കത്തിയില്ല, നെഞ്ഞത്തെ ചെപ്പ പൊട്ടിതൊക്കെ വളച്ചാണ്. ഇങ്ങനെ കൈകൊണ്ട് കിട്ടുന്നോടെ നല്ല സെറ്റ് റിഫ്ലക്ഷൻ ഉണ്ട് കേട്ടോ. എടാ, ഇതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു.